CPIM PB രഹസ്യയോഗം ചോർന്നു എന്ന തലക്കെട്ടിൽ മാധ്യമങ്ങൾ ചമച്ച വ്യാജ വാർത്ത പൊളിഞ്ഞു. ചെന്നൈയിലെ ഹർഷാദ് എന്ന വ്യവസായി രാജേഷ് കൃഷ്ണ എന്നയാൾക്കെതിരെ PBക്ക് നൽകിയ പരാതി ചോർന്നു എന്നതാണ് വ്യാജ വാർത്ത. എന്നാൽ ഈ പരാതിയുടെ പകർപ്പ് 4 മാസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ്. ഈ വസ്തുത മറച്ചുവെച്ചാണ് പുതിയ വ്യാജ വാർത്ത ചമച്ചിരിക്കുന്നത്. CPM-ൽ പരാതി ചോർച്ചാ വിവാദം. പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പരാതി ചോർന്ന് കോടതി രേഖയായി എത്തിയതിലാണ് വിവാദം. PB രഹസ്യം ചോർന്നു എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് മറ്റ് മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിക്കുന്നത്. ചെന്നൈ സ്വദേശി ഹർഷാദിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലണ്ടനിലെ മലയാളിയായ രാജേഷ് കൃഷ്ണയെ CPIM മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട ക്ഷണിതാക്കളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി പാർട്ടി കോൺഗ്രസ് സമയത്ത് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഈ വാർത്ത വ്യാജവാർത്തയാണെന്ന് ചൂണ്ടിക്കാട്ടി രാജേഷ് കൃഷ്ണ ദില്ലി കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസിന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയിൽ ഹർഷാദ് PBക്ക് നൽകിയ പരാതിയുടെ പകർപ്പുണ്ടെന്നും ഈ രഹസ്യരേഖ PBയിൽ നിന്ന് ചോർന്നതാണെന്നുമാണ് പുതിയ വാർത്ത. ഇനി കുറച്ച് പിറകോട്ട് പോകാം. 2025 ഏപ്രിൽ 11 ന്യൂസ് 24 ചാനലിന്റെ ഈ വാർത്ത കാണാം. അതിൽ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM-ന് പരാതി നൽകിയത് ഷർഷാദ് എന്ന ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഷർഷാദ് എന്ന് പറയുന്നത് ഒരു സംവിധായകയുടെ ഭർത്താവ് കൂടിയാണ്. നേരത്തെയും ഇയാൾ പരാതി നൽകിയത്. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ സാമ്പത്തികമായും കുടുംബവും നമുക്ക് തകർക്കുന്നതിൽ ഈ രാജേഷ് കൃഷ്ണയ്ക്ക് പങ്കുണ്ട് എന്നൊക്കെ രീതിയിലുള്ള ആരോപണം നേരത്തെയും വാർത്തയുടെ രൂപത്തിലൊക്കെ വന്ന അല്ലാതെയും ഒക്കെ വന്നതാണ്. നേരത്തെയും ഷർഷാദ് ഒരു വ്യവസായ കൂടിയാണ്. PBക്ക് നൽകിയ പരാതിയുടെ പകർപ്പടക്കം 24 കിട്ടിയിട്ടുണ്ട്. 4 മാസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾ കാണിച്ച ഈ കത്താണ് വലിയ PB രഹസ്യമായും ഇപ്പോൾ ചോർന്നതായും കൊട്ടിയാഘോഷിക്കുന്നത്. CPM-നെതിരെ മാധ്യമങ്ങൾ ചമച്ച മറ്റൊരു കള്ളവാർത്ത കൂടി ഇതോടെ പൊളിയുകയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.